ആഷ്മിയെ അത്ഭുതപ്പെടുത്തിയ ഗസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് ആഷ്മി ചോദിക്കുന്നതിനേക്കാളും നിശിതമായും കർക്കശമായും ചോദ്യങ്ങൾ തിരിച്ചു ചോദിച്ച ഒരാളെ പറഞ്ഞാൽ കേരളത്തിൽ നടക്കുന്നത് ഭരണകൂട ഭീകരത അല്ലത് പ്രതിപക്ഷ ഭീകരതയാണെന്ന് സഭയിൽ പറയുന്നുണ്ട് ഒരു സാമാജികൻ. ഒരു വർഷം പ്രതിപക്ഷത്തിന് നൽകുന്നത് 2.5 കോടി രൂപയാണെന്നും അതിൽ കറങ്ങിയാണ് പ്രതിപക്ഷ നേതാവിന്റെ കുത്തിത്തിരിപ്പെന്നും ഔദാര്യ കണക്ക് പറയുന്നുണ്ട് സഭയിൽ ഒരു സാമാജികൻ. അപ്പറഞ്ഞത് അത്രയും പല കോടി ആസ്തിയുള്ള നിലമ്പൂർ MLA സ്വന്തം അരാഷ്ട്രീയ ബോധ്യമാണെങ്കിലും അല്ലെങ്കിലും എന്താ എന്റെ ഉദ്ദേശം? കേരളത്തിന് നല്ലവണ്ണം ബോധ്യമുണ്ട് ഭരണകൂടത്തിനും ഭരണവർഗ പാർട്ടിക്കും പ്രതിപക്ഷ സമരങ്ങളോടുള്ള പുച്ഛം, പരിഹാസം, ധാർഷ്ട്യത്തിന്റെ പരകോടി കേരളം കേരളയിൽ സമരകാലത്ത് കേട്ടതാണ്. വർഷാവർഷം കൊടുക്കുന്ന ഔദാര്യ കണക്ക് പറഞ്ഞൊരു സാമാജികൻ സഭയിൽ പ്രതിപക്ഷത്തെ വിരട്ടുമ്പോൾ നാടൻ അന്തം വിടുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ PV Anwar ആണോ? നിൽക്കണ്ട സാറേ, നമുക്ക് പോകാം. അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല ഉമര. പോയാ ഈ വക വെടിക്കെട്ട് ഒരാൾ പുറകെ വരും. പ്രതിപക്ഷവും മാധ്യമങ്ങളും ചത്തൊടുങ്ങിയ ഒരു തിരുവായ്ക്ക് എതിർവായില്ലാത്ത സ്വച്ഛാധിപത്യ സോവിയറ്റ് നാടാണ് സ്വപ്നത്തിലെങ്കിൽ അതങ്ങ് കയ്യിൽ അൻവർ സാറേ, ഇത് കേരളമാണ്, ജനായത്ത കേരളം. താങ്കൾ അതിനോട് പ്രതികരിക്കുന്നുണ്ട്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രതികരിക്കുന്നു. 14 കടത്തുകാരനോടാണ് എന്ന് തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ്. പിന്നെ എന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഒന്നും മോൻ അളക്കാൻ നിൽക്കണ്ട. PV Anwar പൊതുപ്രവർത്തനം തുടങ്ങിയ കാലത്തൊന്നും നീയൊന്നും ഞരമ്പിൽ പോലും ഉണ്ടാവില്ല. ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. കേൾക്കാനോടൊക്കെ ചോദിച്ചാൽ അറിയാം. ഇതൊക്കെ 4 മടക്കി പോക്കറ്റിൽ വെച്ച് സമയം കിട്ടുമ്പോൾ ശ്രീകണ്ഠൻ നായരുടെ ക്യാബിനിൽ പോയിരുന്ന് നീളത്തിലും നല്ല ഒഴുക്കിലും താളത്തിലും നീ അങ്ങ് വായിച്ചു കേൾപ്പിച്ചാൽ മതി. വേണേൽ നിന്റെ കടത്തുകാരനെ കൂടെ കൂട്ടിക്കോ. അതിലെ ആഷ്മി എന്താ പറയുന്നത്? ഈ പറയുന്ന പിണറായി വിജയനാണോ മുഖ്യമന്ത്രി, അതാ PV Anwar ആണോ മുഖ്യമന്ത്രി? ഇത് കേരളമാണ് അൻവർ സാറേ, അതങ്ങ് കയ്യിൽ വെച്ച അല്ല സാർ ഇവിടെ. സാറിന് 2 അർത്ഥമുണ്ട്. എനിക്ക് 2 അർത്ഥമുണ്ട്. നമ്മളിപ്പോ പറയണ്ടല്ലോ മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. ഭൂമിയിലെ ബിപിൻ സി വിജയൻ എന്ന് പറഞ്ഞ എന്റെ സുഹൃത്താണ്, മാധ്യമപ്രവർത്തനാണ്. താങ്കൾ ആഫ്രിക്കയിൽ പോയി വാർത്ത കൊടുത്ത ആളാണ്. കെയിലേക്ക് മുങ്ങി എന്തോ ആണ് ഒരാൾ മുങ്ങലപ്പോഴാ ബ്രേക്കിംഗ് മാധ്യമപ്രവർത്തനം തെറ്റ് എന്ന് തന്നെ വെക്കൂ. മുങ്ങിയത് ഞാനല്ല, നിന്റെ തന്തയാണ് എന്നൊരു MLA പറയാൻ പാടുണ്ടോ? ഞാൻ നിന്റെ തന്തയാടാ, തന്ത. എന്തൊരു ആശ്വാസം. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലേ മോനെ. എന്താ MLA പറഞ്ഞ തെറ്റെന്താ? കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ. ഒരു MLA പദവി തന്നിട്ട് ഒരു ചില്ല് കൊട്ടാരത്തിനുള്ളിൽ ഇങ്ങനെ കയറ്റി നമ്മളൊക്കെ ഇരുത്തിയിട്ട് നിങ്ങൾക്ക് വിചാരിക്കുന്ന എന്തും ഈ രാജ്യത്തിൽ പ്രഘോഷണം നടത്താൻ എനിക്ക് എന്റെ ജനങ്ങളെ പേടിക്കണ്ടുള്ളൂ. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. പലപ്പോഴും നിങ്ങൾ നടത്തുന്ന ഈ രാത്രിയിലെ ഈ അന്തിച്ചർച്ചയിൽ നിങ്ങളുടെ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ കേട്ടാൽ സത്യത്തിൽ സ്റ്റുഡിയോയിൽ കയറിയിട്ട് ചെപ്പക്കുറ്റിക്ക് അടിക്കേണ്ട ഭാഷ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക്. ഞാൻ MLA അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുണ്ടാവും. ചുമ്മാ പറഞ്ഞായിരിക്കും അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. ആ സംഭവം എന്താ നിങ്ങൾ വായിച്ച്? മരിച്ച് 22 ആൾ മരിച്ചു കിടക്കാണ്. 2 വയസ്സായ കുട്ടീൻ്റെ അടുത്ത് ക്യാമറ കുത്തിയിട്ട് മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? താങ്കൾക്ക് ഉറപ്പുണ്ടോ? ഞാൻ കണ്ടതല്ലേ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. PV Anwar മാധ്യമങ്ങൾ വല്ലാത്ത പകയുണ്ടോ, ദേഷ്യമുണ്ടോ? എനിക്ക് മാധ്യമങ്ങളോട് പകയില്ല, മാധ്യമ പ്രവർത്തകരായ ചില വ്യക്തികളോട്. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ചേട്ടാ അപ്പൊ മനസ്സിലെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. പകയില്ല. അവരുടെ എന്താ പറയാ ഈ തരം താഴലുണ്ടല്ലോ സമൂഹത്തിന്റെ മുമ്പിൽ. എത്ര എന്താ പറയാ ആളുകളുടെ തെറി കേട്ടാലും ഒരിക്കലും നന്നാവില്ല എന്ന് തീരുമാനിക്കുന്ന അതെല്ലാം ഒരു പ്രത്യേക ജീവിതല്ലേ. എന്ത് ചെയ്യാനോടാ, ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി. ഇങ്ങനെ കുത്തിരിപ്പ് താങ്കളിലാണ് കുത്തിരിപ്പ്. അതെ, അല്ല നിങ്ങൾ കുത്തിത്തിരിപ്പല്ല, നല്ല തിരിപ്പ് അങ്ങനെ പറയാം നമുക്ക്. ഇതിനോടൊപ്പം PV Anwar അങ്ങ് PV Anwar താങ്കൾ PV Anwarനെ സപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ മാത്രം നൽകുന്ന PV Anwar ന്യൂസ് എന്നൊരു ന്യൂസ് ചാനൽ തുടങ്ങാൻ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ആലോചിക്കാൻ നമുക്ക്, ഇത് പറയട്ടെ. അതല്ല ആലോചിക്കാൻ നമുക്ക്, ഇത് പറയട്ടെ. ഞാൻ പോകുന്നു. ബൈ ബൈ.